السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഉംറ എന്ന് പറയുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും മനസ്സിലാക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ കർമ്മത്തെ പൂർത്തീകരിക്കാനും സ്വീകാര്യമായ ഉംറ നിർവഹിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും സർവശക്തനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിവുള്ള ഓരോ മുസ്ലിമിനും അവൻ്റെ ജീവിതത്തിൽ ഒരു തവണ നിർബന്ധമായ ബാധ്യതയാണ് ഉംറ നിർവഹിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 196 ആയത്തിൽ പറഞ്ഞു, വ അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പരിപൂർണമായി നിർവഹിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുകയും സ്വീകാര്യതയും പൂർണ്ണതയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട കർമ്മമാണ് ഉംറ എന്നുള്ളത്. നമുക്കറിയാം, ഏതൊരു കർമ്മവും സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ കർമ്മത്തെ ചെയ്യുന്ന സമയത്ത് നമ്മിൽ ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൂർണ്ണമായ ഇഖ്ലാസ് എന്നുള്ളത്, നിഷ്കളങ്കമായിരിക്കണം, റബ്ബിന് വേണ്ടി നിർവഹിക്കുന്നതായിരിക്കണം നമ്മുടെ ഓരോ കർമ്മങ്ങളും. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ എന്തുണ്ടോ അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു കർമ്മവും ജീവിതത്തിൽ നിർവഹിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് സ്വീകാര്യയോഗ്യമായ പ്രവർത്തനങ്ങളായി അത് മാറ്റപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറയുടെ ധാരാളം മഹത്വങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ, ഒരു ഉംറയും അതിനുശേഷം നിർവഹിക്കുന്ന ഒരു ഉംറയും അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് ആ ഉംറ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. മറ്റൊരു വചനത്തിൽ കാണാം, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ആവർത്തിക്കുക എന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് ആ ആവർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ദാരിദ്ര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യുമെന്നും, തീ ഇരുമ്പിൽ നിന്നും വെള്ളിയിൽ നിന്നും അഴുക്ക് നീക്കം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുമെന്നും നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. എന്തിനധികം, ഉംറക്കും ഹജ്ജിനും വേണ്ടി പോകുന്ന ആളുകളെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ അല്ലാഹുവിൻ്റെ സംഘങ്ങളാണ് എന്നതാണ്. വഫ്ദുള്ള, എന്താണ് ആ സംഘത്തിൻ്റെ പ്രത്യേകത? അല്ലാഹുവിൻ്റെ യാത്രാസംഘമാണ്. അവർ പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവർക്ക് ഉത്തരം നൽകും. അവർ പാപമോചനം നടത്തിയാൽ ആ പാപമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഉംറ എന്നത് നിസാരമായൊരു കർമ്മമല്ല, വമ്പിച്ച നേട്ടമാണ് അതിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. ഇനിയോ ആ ഉംറ പരിശുദ്ധ റമളാനിലാണെങ്കിലോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് എന്നതാണ്. ഹജ്ജ് വീടുകയില്ല, എന്നാൽ ഹജ്ജിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക. അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ് എന്നും നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ഒരു കർമ്മത്തെക്കുറിച്ച് പഠിക്കാനാണ് ഈ ഒരു സംസാരത്തിലൂടെ
അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഉംറയിൽ അതിൻ്റെ റുക്കുനുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, എന്താണ് റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉംറ തന്നെ ശരിയാവുകയില്ല. 3 റുക്കുനുകളാണ് ഉംറക്കുള്ളത്. അതിലൊന്ന് ഇഹ്റാമിൽ പ്രവേശിക്കലാണ്. ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന നിയ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുക, ഇഹ്റാം എന്ന് പറയുക. സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കാറുണ്ട് വസ്ത്രം മാറിക്കഴിഞ്ഞാൽ, കുളിച്ച് വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ ഇഹ്റാം കഴിഞ്ഞു എന്ന് ചിന്തിക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. രണ്ടാമത്തത് തവാഫ് നിർവഹിക്കലാണ്. മൂന്നാമത്തത് സഅയ് നിർവഹിക്കലാണ്. സഫയുടെയും മർവയുടെയും ഇടയിലുള്ള നടത്തത്തിനാണ് സഅയ് ചെയ്യുക എന്ന് പറയുക. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഉംറ ശരിയാവുകയില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഉംറയുടെ വാജിബുകൾ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാജിബുകൾ ഒരിക്കലും മനഃപൂർവ്വം നമ്മൾ ഉപേക്ഷിച്ചുകൂടാ. ഇനി ആർക്കെങ്കിലും അവ നഷ്ടപ്പെട്ടാൽ, ഈ പറയപ്പെടുന്ന 2 വാജിബുകൾ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പകരമായി അവൻ ബലി അറുക്കേണ്ടതുണ്ട്, അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവൻ്റെ ഉംറ ശരിയാവുക. എന്താണ് വാജിബുകൾ? ഒന്ന്, മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യൽ വിട്ടുപോവുകയാണ്. അതേപോലെ തന്നെ മുടി വടിക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുക. ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മുടെ മുടിയോ ഒന്നും നമുക്ക് വടിക്കുകയോ വെട്ടുകയോ ചെയ്യാൻ പാടില്ല. എന്നാൽ ഇത് മനഃപൂർവ്വം ഒരാൾ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ ആർക്കെങ്കിലും ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ ബലി അറുക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി റുക്നും വാജിബല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും അത് സുന്നത്താണ്. സാധിക്കുന്ന അത്ര സുന്നത്തുകൾ നിർവഹിച്ച് ഒരിക്കലും നമ്മുടെ ഉംറ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി പ്രധാനമായി ഉംറ എന്ന് പറയുന്ന കർമ്മത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വളരെ എളുപ്പത്തിൽ ആർക്കും പഠിക്കാൻ കഴിയുന്ന, ഏത് പ്രായമെത്തിയവർക്കും വളരെ നിസ്സാരമായി എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കാൻ കഴിയുന്ന കർമ്മങ്ങൾ തന്നെയാണ് ഉംറയിലുള്ളത്. നമ്മളൊന്നും പ്രായമെത്തി എന്ന് വിചാരിച്ച് സാധാരണഗതിയിൽ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്ക്, വൃദ്ധമാതാക്കളാണെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകും എനിക്കൊക്കെ അത് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ എനിക്കൊക്കെ ചൊല്ലി പറയാൻ കഴിയുമോ എന്ന ചിന്ത ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഉംറ എന്ന് പറയുന്ന കർമ്മത്തെ നമ്മൾ പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ആ വിഷയത്തിലുള്ളൂ എന്നതാണ് ആദ്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഉംറ എന്ന് പറയുന്ന കർമ്മം 4 കാര്യങ്ങളാണ് പ്രധാനമായും അതിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ 4 കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. എല്ലാവരും ശ്രദ്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു സംസാരത്തെ എടുക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഇഹ്റാം കെട്ടുക, അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇഹ്റാമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചെന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ എവിടുന്നെങ്കിലും ഒന്ന് ഇഹ്റാം കെട്ടിപ്പോയാൽ ശരിയാവുകയില്ല. അവിടെ ആ നിശ്ചയിച്ചു തന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ് മീക്കാത്തുകൾ എന്നത്. 5 മീക്കാത്തുകളാണ് പ്രധാനമായും നമുക്കുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ മീക്കാത്ത് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യലംലം എന്ന് പറയുന്ന മീക്കാത്താണ്. മക്കയിൽ നിന്ന് 92 കിലോമീറ്റർ ദൂരം, ഏകദേശം 92 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് യലംലം എന്ന് പറയുന്ന മീക്കാത്ത്. നമ്മൾ വിമാനമാർഗം പോകുന്നതിനാൽ നമുക്ക് ആ മീക്കാത്ത് കാണാൻ നിർവാഹമില്ല. അപ്പോൾ മീക്കാത്ത് നമ്മൾ കടക്കും, അല്ലെങ്കിൽ മീക്കാത്തിലൂടെ നമ്മൾ കടന്നു പോകും. എന്താണ് നമുക്ക് മീക്കാത്തിലെത്തിയാൽ ചെയ്യാനുള്ളത്? അതാണ് നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മീക്കാത്തിലെത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കുളിക്കുക. ഇഹ്റാമിൻ്റെ നിയ്യത്തോടു കൂടി ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിക്കുക. ഇനി നമ്മുടെ കക്ഷത്തിലോ നമ്മുടെ ഗുഹ്യസ്ഥാനത്തോ രോമങ്ങൾ നീക്കം ചെയ്യാനുണ്ടെങ്കിൽ അത് ഇഹ്റാമിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ശുദ്ധിയുടെ ഭാഗമാണല്ലോ. ആ ശുദ്ധിയുടെ ഭാഗമായി നമുക്ക് നീക്കം ചെയ്യാനുള്ള രോമങ്ങളും നഖങ്ങളുമൊക്കെ നീക്കം ചെയ്ത് ഇഹ്റാമിൻ്റെ നിയ്യത്തോടു കൂടി നമ്മൾ ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിക്കുക. ഇവിടെ എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾ മീക്കാത്തിലൂടെ കടന്നു പോവുക വിമാനത്തിലൂടെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് വിമാനത്തിൽ വെച്ച് കുളിക്കാനോ അല്ലെങ്കിൽ വിമാനത്തിൽ വെച്ച് വസ്ത്രം മാറാനോ ഒന്നും കഴിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും, ഈ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ
സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ കുളി നിർവഹിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് കുളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും മീക്കാത്തിൽ നിന്നാണ് കുളിക്കേണ്ടത്. പക്ഷേ നമുക്കതിന് കഴിയാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് കുളി നിർവഹിക്കുന്നത്. രണ്ടാമത്തെ സംഗതി, കുളിച്ചു കഴിഞ്ഞാൽ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാകാതെ പുരുഷന്മാർ ശരീരത്തിൽ സുഗന്ധം പൂശുക എന്നുള്ളതാണ്. ശരീരത്തിലാണ് പുരട്ടേണ്ടത്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നത്, പ്രവാചകൻ്റെ ആ വേളയിൽ അഥവാ ഉംറയും ഹജ്ജൊക്കെ കഴിഞ്ഞ വേളകളിൽ പ്രവാചകൻ്റെ ശരീരത്തിൽ ആ സുഗന്ധം ഉണ്ടായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ താടിയിലും തലയിലും ആ സുഗന്ധത്തിൻ്റെ തിളക്കം ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വസ്ത്രത്തിലാകാതെ, ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ തേക്കാതെ ശരീരത്തിൽ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാവുന്നതാണ്. പിന്നീടുള്ളത് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കലാണ്. പുരുഷന്മാർക്ക് നമുക്കറിയാം ശുദ്ധിയുള്ള ഒരു മേൽമുണ്ടും അതേപോലെ തന്നെ ഒരു തുണിയുമാണ് എടുക്കേണ്ടത്. അഥവാ ഒരു മുണ്ട് എടുക്കാനും ഒരു മുണ്ട് പുതക്കാനും. അരയിലൊരു ബെൽറ്റ് കെട്ടണമെങ്കിൽ കെട്ടാം. അപ്പോൾ ആളുകൾ വിചാരിക്കാറുണ്ട് ബെൽറ്റ് എന്നത് തുന്നലുള്ള ഒരു വസ്തുവല്ലേ, അത് കെട്ടിക്കഴിഞ്ഞാൽ ഇഹ്റാം മുറി. വസ്ത്രമാണ് യഥാർത്ഥത്തിൽ. ബെൽറ്റ് വസ്ത്രമല്ല, വാച്ച് വസ്ത്രമല്ല, കണ്ണട വസ്ത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള സംഗതികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ലാത്തതാണ്. അപ്പോൾ ഒരു മുണ്ട് എടുക്കുക, ഒരു മുണ്ട് പുതക്കുക. ബാക്കിയുള്ള ഇന്നറോ അല്ലെങ്കിൽ ഉള്ളി ധരിക്കുന്ന മറ്റു വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി സ്ത്രീകൾ, അവർക്കെന്താണ് ഇഹ്റാമിൻ്റെ വസ്ത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അവൾ എന്താണോ ധരിക്കുന്നത്, അഥവാ അവിടെ ശരീരം മൊത്തം മറയുന്ന ലൂസായ, ഏറ്റവും നല്ലത് കറുപ്പാണെങ്കിൽ ആ രൂപത്തിലുള്ള കറുപ്പ് പർദ്ദ തന്നെ ധരിക്കാൻ വേണ്ടി ഒരു പെണ്ണ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും നിക്കാബ് ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കയ്യുറയും ധരിക്കാൻ പാടില്ല. കാല് നിർബന്ധമായും മറച്ചിരിക്കണം. എന്നാൽ കയ്യുറ ധരിക്കുക, നിക്കാബ് ധരിക്കുക എന്നുള്ളത് ഇഹ്റാമിൽ പാടില്ലാത്ത സംഗതിയാണ്. നമുക്കത് വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ മുഖം മറക്കാൻ പാടില്ല അഥവാ നിക്കാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, സ്ത്രീ അവൾ നിക്കാബ് എന്ന് പറയുന്ന അവളുടെ മുഖത്ത് വെച്ച് ബാക്കിലേക്ക് കെട്ടുന്ന ആ ഒരു വസ്ത്രമാണ് നിക്കാബ് എന്ന് പറയപ്പെടുക. അത് ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ തൻ്റെ തലയിൽ താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ഒരു മുണ്ട് ഇട്ടതുകൊണ്ട് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. അതൊരിക്കലും നിക്കാബായി പരിഗണിക്കുകയില്ല. അപ്പോൾ മുഖം മറക്കാം, പക്ഷെ നിക്കാബ് പാടില്ല എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കയ്യുറ ധരിക്കാൻ പാടില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പുരുഷന്മാർ പിന്നീട് കാല് മറയുന്ന രൂപത്തിലുള്ള ചെരുപ്പ് ധരിക്കാൻ പാടില്ല. കാല് മറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൻ്റെ മുൻഭാഗത്തെ വിരലുകളും നമ്മുടെ മടമ്പും മറയുന്ന രൂപത്തിലുള്ള ചെരുപ്പ് ധരിക്കാൻ പാടില്ല. അപ്പോൾ സാധാ നമ്മുടെ വാറ് ചെരുപ്പ്, നമ്മുടെയൊക്കെ വീവാറ് എന്ന് പറയുന്ന അങ്ങനത്തെ ചെരുപ്പോ അല്ലെങ്കിൽ ഷൂ അല്ലാത്ത മറ്റുള്ള ചെരുപ്പുകളാണ് ധരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, കുളിക്കുക, വസ്ത്രം മാറുക എന്നതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നീട് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, മീക്കാത്തിലെത്തിക്കഴിഞ്ഞാൽ പറയേണ്ടതാണ് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ. ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ എന്നും നമുക്ക് പറയാവുന്നതാണ്. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ ആ മീക്കാത്ത് എത്തുന്ന സമയത്ത് നമുക്ക് അറിയിപ്പ് കിട്ടും. നമ്മുടെ അമീറുമാർ, നമ്മുടെ കൂടെയുള്ള ആളുകൾ അത് നമുക്ക് പറഞ്ഞു തരും, മീക്കാത്ത് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ മീക്കാത്താണ്. അപ്പോൾ ആ മീക്കാത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ. യഥാർത്ഥത്തിൽ നെയ്യത്താണോ? ഒരിക്കലും അല്ല. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ നെയ്യത്ത് മനസ്സിലാണല്ലോ, നമ്മളൊക്കെ നമസ്കരിക്കുന്ന ആളുകളാണ്. ആ നമസ്കാരത്തിലെ നെയ്യത്ത് നമ്മുടേത് മനസ്സിലാണ്. എന്നാൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കും, അഥവാ ചെന്ന് നിന്ന് കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത്. അതേപോലെയാണ് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ എന്ന് പറയുന്ന ആളുകൾ അവർ ഉംറയിലേക്ക് പ്രവേശിക്കുന്നത്. അതല്ലാതെ നിയ്യത്ത് ചൊല്ലി പറയുകയല്ല അത് എന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ കർമ്മം അവിടെ പൂർത്തിയാവുകയാണ്.
ഒന്നാമത്തെ കർമ്മം അവിടെ പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു, നമ്മുടെ ഒന്നാമത്തെ കർമ്മം പൂർത്തിയായി. ഇനി നമ്മൾ പറയേണ്ടത് തൽബിയത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം തൽബിയത്ത് എന്താണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽബിയത്തിൻ്റെ രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാവില്ലേ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുക ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു എന്നാണ്. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ നിശ്ചയം എല്ലാ സ്തുതിയും എന്താണ്? നിനക്കാണ്, അനുഗ്രഹം നിനക്കാണ് അല്ലേ. അതേപോലെ തന്നെ വന്നിഅമ, അനുഗ്രഹം നിനക്കാണ്. ലക്കൽ മുൽക്ക്, നിനക്കാണ് എല്ലാ അധികാരവും പരമാധികാരവും നിനക്കാണുള്ളത്. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. ഇതാണ് നമ്മൾ മസ്ജിദുൽ ഹറമിൽ അഥവാ കഅബ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ നമ്മൾ ചൊല്ലേണ്ടത്. അതല്ലെങ്കിൽ തവാഫ് ആരംഭിക്കുന്നത് വരെ നമുക്ക് ഈ തൽബിയത്താണ് പിന്നീട് ചൊല്ലാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ, ഏതെങ്കിലും ഒരു മുസ്ലിം തൽബിയത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ചൊല്ലാതിരിക്കുന്നില്ല. ആരെന്നറിയോ? അവൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള കല്ലും അതുപോലെ തന്നെ കട്ടകളും പിന്നെ ചളിക്കട്ടകളുമൊക്കെ അവൻ്റെ കൂടെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, തൽബിയത്ത് ചൊല്ലുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത ലഭിക്കാതിരിക്കുകയില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിക്കാൻ, നബിയെ ആ സന്തോഷവാർത്ത സ്വർഗ്ഗാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അതെ, ആ സന്തോഷവാർത്ത സ്വർഗത്തിൻ്റെ സന്തോഷവാർത്തയാണ് എന്നാണ്. അപ്പോൾ തൽബിയത്ത് ചൊല്ലുക എന്നുള്ളത് ഒരിക്കലും ഒരു നിസാരമായ സംഗതിയല്ല. അതുകൊണ്ട് ആവർത്തിച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന് പുരുഷന്മാർക്ക് ഉറക്കെ ചൊല്ലാം. ഉറക്കെ അവർക്ക് ചൊല്ലാം. സ്ത്രീകൾ അവർ കേൾക്കുന്ന ശബ്ദത്തിൽ പിന്നെ ശബ്ദം കുറച്ച് അവർക്കും ചൊല്ലാവുന്നതാണ്. ഇത് പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ അഥവാ ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചത് മുതൽ ഒന്നില്ലെങ്കിൽ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നതുവരെ അല്ലെങ്കിൽ തവാഫ് ആരംഭിക്കുന്നതുവരെ സാധിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തൽബിയത്ത് ചൊല്ലാമെന്നുള്ളതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പവിത്രമാക്കപ്പെട്ട ആളുകളാണ്, മുഹരിമുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നിഷിദ്ധമാണ്. ഇപ്പം നമ്മളൊക്കെ നോമ്പെടുക്കാറുണ്ട് അല്ലേ? ആ നോമ്പെടുക്കുമ്പോൾ നമ്മൾ ഹലാലായ വെള്ളം, ഹലാലായ ഭക്ഷണം ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? നോമ്പുകാരൻ അത് നിഷിദ്ധമാണ്. അതേപോലെ തന്നെ ഇഹ്റാമുകാരന് നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. ആ ഇഹ്റാംകാരൻ അതെന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് പുരുഷന്മാർ പിന്നീട് തല മറക്കാൻ പാടില്ല. തൊപ്പി കൊണ്ടോ ടവൽ കൊണ്ടോ പിന്നെ വല്ല തട്ടം കൊണ്ടോ പോലെയുള്ളത് കൊണ്ട് കെട്ടിയിട്ടോ അല്ലെങ്കിൽ തലയിലിട്ടിട്ടോ കൊണ്ട് തല മറക്കാൻ പാടില്ല. എന്നാൽ കൊട പിടിക്കാൻ പറ്റുമോ? കൊട പിടിക്കാൻ പറ്റും. കൊട പിടിക്കുന്നതിന്, കൊട ചൂടുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാൽ തല മറക്കുന്ന രൂപം അല്ലെങ്കിൽ തല മറക്കുന്ന ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ സമയത്ത് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് നഖം വെട്ടുക, പിന്നീട് നഖം മുറിക്കാൻ പാടില്ല. മൂന്നാമത്തത് തലയിൽ നിന്നോ ശരീരത്തിൽ നിന്നോ മുടി മനഃപൂർവ്വം നീക്കം ചെയ്യാം. അപ്പം അറിയാതെ കൊഴിഞ്ഞു പോകുന്നതിന് കുഴപ്പമില്ല. എന്നാൽ തലയിൽ നിന്ന് പിന്നെ മനഃപൂർവ്വം വെട്ടിക്കളയുക, അല്ലെങ്കിൽ താടിയിൽ നിന്ന് വെട്ടിക്കളയുക, മീശ വെട്ടിക്കളയുക തുടങ്ങിയ സംഗതികളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാലാമത്തത് സുഗന്ധം ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിൻ്റെ മുന്നേ കുളിച്ച് കഴിഞ്ഞിട്ട് വസ്ത്രം മാറുന്നതിൻ്റെ മുന്നേ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അത്തർ ഉപയോഗിക്കാം. എന്നാൽ അതിനുശേഷം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? അവർ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുരുഷന്മാർ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള വസ്ത്രം ധരിച്ചു പോകരുത് എന്നുള്ളതാണ്. അഥവാ അടിവസ്ത്രം പോലെയുള്ളതൊക്കെ ഒഴിവാക്കുക. ഇതേപോലെ തന്നെ സ്ത്രീകൾ കയ്യുറ, നിക്കാബ് എന്നിവ ധരിക്കാൻ പാടില്ല. പിന്നെ വേട്ടയാടുക, വിവാഹ ആലോചന നടത്തുക, നിക്കാഹ് കർമ്മം നടത്തുക, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അങ്ങനത്തെ സംഗതികളൊക്കെ ഇഹ്റാമിലായിരിക്കെ നമുക്ക് നിഷിദ്ധമായ കാര്യങ്ങളാണ്
എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ നേരെ ഹറമിലേക്കാണ് പോകുന്നത്. അഥവാ ഒന്നാമത്തെ കർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി നമുക്ക് നിർവഹിക്കാനുള്ളത് ത്വവാഫ് ചെയ്യലാണ്. എന്താ ത്വവാഫ് എന്ന് പറഞ്ഞാൽ, കഅബയെ ഇടതുഭാഗത്താക്കി നമ്മൾ എന്ത് ചെയ്യണം, 7 തവണ കഅബയെ വലയം ചെയ്യുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങളെ കൃത്യമായി പഠിച്ചിട്ട് വേണം നിർവഹിക്കാൻ. നമുക്കറിയാം കഅബ, അതുപോലെ തന്നെ ഹജറുൽ അസ്വദ്, റുക്കുനുൽ യമാനി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് ലഘുവായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ത്വവാഫ് ചെയ്യാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ത്വവാഫ് ചെയ്യാൻ വുളു നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് വുളു എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങി ബസ്സിൽ മക്കത്തേക്ക് പോയി, പിന്നെ മക്കത്ത് നമ്മൾ പോയി റൂമൊക്കെ ശരിയായി അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നടന്നിട്ടാണ് ഹറമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും റൂമിൽ നിന്ന് തന്നെ വുളു എടുത്ത് തവാഫിന് വേണ്ടിയിട്ട് വുളു എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇറങ്ങണം എന്നുള്ളതാണ്. ഇനി അവിടെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ വസ്ത്രം ഇൽത്തിബാ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും എന്താണ് ഇൽത്തിബാ എന്നുള്ളത്. അഥവാ വലത് ചുമൽ എന്ത് ചെയ്യണം, ഒഴിവാക്കിയിട്ട് വലത് കൈയിൻ്റെ അടിയിലൂടെ ഇടത് ചുമലിലേക്കാണ് ആ വസ്ത്രം ഇടേണ്ടത്. ആ രൂപത്തിൽ വസ്ത്രം മാറുന്നതിനെയാണ് ഇൽത്തിബാ ചെയ്യുക എന്ന് പറയുക. രണ്ടാമത്തെ സംഗതി, 3 തവാഫിൽ 3 ചുറ്റലിൽ പുരുഷന്മാർക്ക് റമല് നടത്തം അവർക്ക് സുന്നത്തുണ്ട്. എന്താ റമല് നടത്തം എന്ന് പറഞ്ഞാൽ, കാലുകൾ ചേർത്ത് വെച്ച് കുറച്ച് സ്പീഡിൽ, നമ്മൾ മണ്ടിപ്പായ എന്ന് പറയും അല്ലേ, കുറച്ച് വേഗത്തിൽ ഓടുക എന്ന് പറയും. അതുപോലെ കാല് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഇളകി ചലിച്ച് ഓടുന്നതിനാണ് റമല് നടത്തം എന്ന് പറയുക. ഇത് പുരുഷന്മാർക്ക് സുന്നത്തുള്ള കാര്യമാണ്. ഇനി തവാഫ്, അത് സ്ത്രീകൾക്കില്ല, അത് 3 തവാഫിലാണ്, അഥവാ 3 ചുറ്റലിലാണ് പുരുഷന്മാർക്ക് സുന്നത്തുള്ളത്. ഇനി നമുക്കറിയാം ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തവാഫ് ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ, ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്നാണ് നമ്മൾ തവാഫ് ആരംഭിക്കേണ്ടത്. എങ്ങനെ ആരംഭിക്കണം? ഒന്നില്ലെങ്കിൽ ചുംബിക്കണം, തിരക്കുണ്ടെങ്കിൽ അത് കഴിയില്ല, അല്ലെങ്കിൽ തൊട്ട് മുത്തണം, കഴിയില്ല, അല്ലെങ്കിൽ വടി കൊണ്ട് തൊടണം, അതിന് നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ കൊണ്ട് ആംഗ്യം കാണിക്കലാണ്. നമ്മുടെ വലത് കൈ മാത്രം ഉയർത്തിയിട്ട് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മുടെ തവാഫ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയേണ്ടത്? ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുക. ആ കൈ, ആ ഉയർത്തിയ കൈ, ആംഗ്യം കാണിച്ച കൈ നമ്മൾ ചുംബിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നടക്കുന്നു. ആ നടത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് പ്രാർത്ഥനകളും നിർവഹിക്കാം. ഇന്ന പ്രാർത്ഥന തന്നെ നിർവഹിക്കണം. ചില പുസ്തകങ്ങളിൽ പടച്ചു വിട്ടതുപോലെ ഒന്നാമത്തെ തവാഫിൽ ഇന്ന പ്രാർത്ഥന, രണ്ടാമത്തെ തവാഫിൽ ഇന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു പ്രാർത്ഥനയൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഏത് പ്രാർത്ഥനയും നിർവഹിക്കാം. ദിക്റുകൾ ചൊല്ലാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, സ്വലാത്തുകൾ ചൊല്ലാം, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്താം. ഇനി ഒന്നും അറിയില്ലെങ്കിൽ അറിയുന്ന ഭാഷയിൽ വരെ നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തവാഫ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആരംഭിക്കുന്നു. എന്നാൽ കഅബയുടെ വേറെ ഒരു മൂലയാണ്, അഥവാ ഹജറുൽ അസ്വദ് എത്തുന്നതിൻ്റെ തൊട്ടു മുന്നെയുള്ള മൂലയാണ് റുക്കുനുൽ യമാനി, യമനിൻ്റെ ഭാഗത്തേക്കുള്ള മൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യമനിൻ്റെ മൂല റുക്കുനുൽ യമാനിയെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലത് കൈ കൊണ്ട് അതിനെ നമുക്ക് സ്പർശിക്കാം. ചുംബിക്കുകയോ അല്ലെങ്കിൽ കൈ ഉയർത്തുകയോ തക്ബീർ ചെയ്യുകയോ ഒന്നും വേണ്ടതില്ല. അവിടെ നിന്ന് നമുക്ക് വലത് കൈ കൊണ്ടൊന്ന് സ്പർശിക്കാം. എന്നാൽ ആ മൂല മുതൽ ഹജറുൽ അസ്വദ് വരെ, ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുന്നേയുള്ള മൂലയാണ് ഇത് റുക്കുനുൽ യമാനി. അവിടെ നമുക്ക് തൊടാം, പക്ഷെ ചുംബനമില്ല, കൈ കൊണ്ട് ആംഗ്യം കാണിക്കുന്നില്ല. അവിടെ തൊടാൻ പറ്റും. അവിടെ മുതൽ ഹജറുൽ അസ്വദ് വരെ നമ്മൾ നിർവഹിക്കേണ്ടത് ഒരു പ്രാർത്ഥന മാത്രമാണ്, ഒറ്റ പ്രാർത്ഥന മാത്രമാണ് ആ ഒരു സ്ഥലത്ത് നമുക്ക് നിർവഹിക്കാൻ പാടുകയുള്ളൂ. ഏതാണത്? റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മ നൽകണേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണേ, നരക ശിക്ഷയിൽ നിന്ന്
നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കുകയും ചെയ്യണേ എന്ന പ്രാർത്ഥനയാണ് എവിടെ നിർവഹിക്കേണ്ടത്? റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നിർവഹിക്കേണ്ടത്. വീണ്ടും ഹജറുൽ അസ്വദ് എത്തുമ്പോൾ കൈകൾ ഉയർത്തുക, അല്ലാഹു അക്ബർ എന്ന് പറയുക. അപ്പോൾ ഒരു തവാഫായി. ഇങ്ങനെ എത്ര തവണ ചെയ്യണം? 7 തവണയാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. അങ്ങനെ 7 തവണ കഴിഞ്ഞാൽ തവാഫിന് ശേഷമുള്ളത് എന്താണ്? പുരുഷന്മാർക്ക് അവരുടെ മേൽമുണ്ട് സാധാരണ രൂപത്തിലേക്ക് മാറ്റുക, അഥവാ ഇൽത്തിബാഹ് ചെയ്തത് സാധാരണ പുതക്കുന്ന രൂപത്തിലേക്കാക്കി മാറ്റിയിട്ട് മക്കാം ഇബ്രാഹിമിൻ്റെ അരികിലേക്ക് നീങ്ങുക. എന്താണ് മക്കാം ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയാൻ വേണ്ടി നിന്ന സ്ഥലമാണ്. ആ മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പാരായണം ചെയ്യേണ്ടതാണ് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന ആയത്ത് ചൊല്ലിയിട്ട് വേണം അതിൻ്റെ അരികിലേക്ക്, അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ അതിൻ്റെ പിറകിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നേരെ മുന്നിൽ എന്താണ്? മക്കാം ഇബ്രാഹിമുണ്ട്, അതിൻ്റെ നേരെ മുന്നിൽ കഅബയുണ്ട്. അവിടെ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. തവാഫിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള സുന്നത്ത് നമസ്കാരം. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ അഥവാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്താണ് പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്താണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ആ നമസ്കാരത്തിൻ്റെ രൂപമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നീട് വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അരികിലേക്ക് നീങ്ങിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ മൂലയിലേക്ക് മടങ്ങിയിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അല്ലാഹു അക്ബർ, കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒന്നുകിൽ ചുംബിക്കാം, അല്ലെങ്കിൽ തൊട്ടുമുത്താം, അതല്ലെങ്കിൽ കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തവാഫ് നമ്മുടെ അതോടുകൂടി പൂർത്തിയാകുന്നു. ഇനി ഒരാൾക്കത് ചെയ്യാൻ സാധിച്ചില്ല, തിരിച്ചു കൊണ്ട് മടങ്ങി വരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ്റെ ഉംറയെ അത് ബാധിക്കുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സഫാ മർവയുടെ ഇടയിലുള്ള നടത്തം അഥവാ സഅയ് ചെയ്യലാണ്. ഞാനിത് ഉംറയുടെ കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, ഫ്ലൈറ്റ് കയറുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, അതേപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിറങ്ങിയ പ്രാർത്ഥന, നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട് അല്ലേ? ഇതൊക്കെ ഉംറയിലല്ല, അതൊക്കെ നമ്മുടെ യാത്രയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളാണ്. അതൊന്നും ഇതിനിടയിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മൾ വേണ്ടത് തവാഫ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സംസം വെള്ളം കുടിക്കുമായിരുന്നു എന്നുള്ളതാണ്. തവാഫ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം സംസം വെള്ളം കുടിക്കുമായിരുന്നു. നമുക്കറിയാം മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനുള്ളതാണ് എന്നാണ്. അത് ദാഹജലമാണ്, അതേപോലെ തന്നെ രോഗത്തിന് ശമനമാണ്, ഭക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആഗ്രഹം വെച്ച് ആ സംസം കുടിക്കുകയാണെങ്കിലും ആ ആഗ്രഹത്തിന് അത് മതിയാവുന്നതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംസം കൊണ്ട് വയറ് നിറക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിലും ഒക്കെ പുരട്ടാറുണ്ടായിരുന്നു അഥവാ ഒഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ഷീണം മാറ്റാൻ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇനി നമ്മൾ പോകുന്നത് സഫയിലേക്കാണ്. നമുക്കറിയാം സഫ എന്ന് പറഞ്ഞാലും ഒരു മലയാണ്, മർവ എന്ന് പറഞ്ഞാലും ഒരു മലയാണ്. അപ്പോൾ സഫയും മർവയും അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ചിഹ്നങ്ങളാണ്. സഅയ് നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സഫയിലേക്ക് നമ്മൾ കയറുമ്പോൾ നിർവഹിക്കേണ്ടതാണ് സൂറത്തുൽ ബഖറയുടെ 158 ആയത്ത്. സഫയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥന അഥവാ ഈ ആയത്ത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാ എന്നാണ് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ പൂർണ്ണരൂപമുണ്ട് ഫമൻ ഹജ്ജൽ ബൈത്ത അവ അത്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന് പൂർണ്ണമായി വേണമെങ്കിൽ നമുക്കത് പാരായണം ചെയ്യാം. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മൾ സഫയുടെ ആ മലയിലേക്ക് ആ കുന്നിലേക്ക് ആ കയറ്റത്തിലേക്ക് നമ്മൾ കയറുന്നത്. എന്നിട്ട് അവിടെ കയറിയതിന് ശേഷം അബുദ ഉബിമ ബദ അല്ലാഹു ബിഹി എന്ന് പറയുക. എന്താ പറയേണ്ടത്? അബുദ ഉബിമ ബദ അല്ലാഹു ബിഹി, അള്ളാഹുവെ നീ ആരംഭിച്ചതിനെ കൊണ്ട് ഞാനും ആരംഭിക്കുന്നതോ.
അള്ളാഹു എന്താ ആരംഭിച്ചത്? ഇന്ന സൊഫ, സൊഫയിൽ നിന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞ സൊഫയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ആരംഭിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിലേക്ക് തിരിയുമായിരുന്നു. കഅബയിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തി 3 തവണ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസ്വറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്നതാണ് അവിടെ നമ്മൾ നിർവഹിക്കേണ്ടത്. ഇത് 3 തവണ നമ്മൾ ആവർത്തിക്കണം. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസ്വറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്ന പ്രാർത്ഥന 3 തവണ നിർവഹിക്കുന്നു. അതിനിടയിൽ ഈ 3ൻ്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യുക എന്നുള്ളതാണ്. അഥവാ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ നമുക്ക് നമ്മൾ നിർവഹിക്കാനുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നിർവഹിക്കാം. അതേപോലെ തന്നെ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ നമുക്ക് നിർവഹിക്കാനുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നൊരു സഫയിൽ നിന്ന് നേരെ മറുവയിലേക്ക് നമ്മൾ നടക്കുക. നടത്തത്തിൽ നമുക്ക് ദിക്റുകൾ ചൊല്ലാം, സ്വലാത്തുകൾ ചൊല്ലാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, എന്ത് നല്ല കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അഥവാ ദിക്റുകൾ നിർവഹിച്ചുകൊണ്ട് നമുക്ക് മറുവയിലേക്ക് നടക്കാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ പച്ച ലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയൊരു ഭാഗം അവിടെ എത്തും. അവിടെ പുരുഷന്മാർ മാത്രം ഒന്ന് ചെറുതായി ഒന്ന് ഓടുക എന്നുള്ളതാണ്. സ്ത്രീകൾ ഓടേണ്ടതില്ല. എന്നിട്ട് വീണ്ടും നേരെ മറുവയിലേക്ക് കയറുന്നു. മറുവയിലേക്ക് കയറുമ്പോൾ പിന്നീട് ആയത്തുകൾ നിർവഹിക്കേണ്ടതില്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മറുവയിൽ കയറിയാൽ സഫയിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ മറുവയിൽ നിന്ന് അതേപോലെ പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള പ്രാർത്ഥന നമ്മൾ കൈകൾ ഉയർത്തിയിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് 3 തവണയായി നിർവഹിക്കുന്നു. അതിനിടയിലൊക്കെ നമുക്കുള്ള പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ സഫയുടെയും മറുവയുടെയും രംഗത്ത് നമുക്ക് ധാരാളം പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളും അതേപോലെ തന്നെ വരാനിരിക്കുന്ന ജീവിതം നന്നാക്കാനും മരണം നന്നാക്കാനും സ്വാഭാവികമായി ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ യാത്ര പറയുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അതൊക്കെ നമ്മൾ നിർവഹിക്കേണ്ട ഒരു സമയമാണ് സഅയിൻ്റെ ആ രംഗത്ത്. വീണ്ടും നമ്മൾ മറുവയിൽ നിന്ന് സഫയിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, സഫയിൽ നിന്ന് മറുവയിലേക്ക് നമ്മൾ എത്തിയാൽ ഒരു സഅയായി. മറുവയിൽ നിന്ന് വീണ്ടും അതേ ദൂരം തന്നെ സഫയിലേക്ക് നടക്കാനുണ്ട്. ആ സഫയിലേക്ക് നടക്കുമ്പോൾ ഇതേപോലെ പച്ച ലൈറ്റ് ഉണ്ട്. അവിടെ പുരുഷന്മാർ ഓടുക, വീണ്ടും സഫയിൽ കയറുക, പ്രാർത്ഥിക്കുക. അപ്പോൾ 2 ആയി. അങ്ങനെ 3, 4, 5, 6, 7ാമത്തത് അവസാനിക്കുക എവിടെയാണ്? മറുവയിലാണ്. 7ാമത്തത് പൂർത്തിയാവുക മറുവയിലാണ്. പിന്നെ മറുവയിൽ പ്രത്യേക നിസ്കാരമോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അതോടുകൂടി സഅയി കഴിഞ്ഞു. അവിടെ പിന്നെ നിസ്കാരമോ അവസാന പ്രാർത്ഥന കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് നമുക്ക് പോകാവുന്നതാണ്. അവിടെ പിന്നെ നിസ്കരിക്കുക, അല്ലെങ്കിൽ അവിടെ പിന്നെ ആ ഭാഗത്ത് നിന്ന് തന്നെ മുടി വെട്ടുക, അതൊന്നും ആവശ്യമില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ പുരുഷന്മാർ പിന്നീട് ചെയ്യേണ്ടത് 4ാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തഹല്ലുലാകലാണ്. എന്താ തഹല്ലുലാവുക എന്ന് പറഞ്ഞാൽ? ഉംറയിൽ നിന്നും വിരമിക്കുക. പുരുഷന്മാർ തലമുടി പൂർണ്ണമായി വടിക്കുകയോ അതല്ലെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ ചെറുതാക്കുകയോ ചെയ്യുക. ഏതാണ് ഉത്തമെന്ന് ചോദിച്ചാൽ വടിക്കലാണ് ഏറ്റവും പുണ്യകരം. സ്ത്രീകളാകട്ടെ വിരൽ തുമ്പിൻ്റെ അത്രമാത്രം വെട്ടിയാൽ മതി. അവരുടെ വിരലിൻ്റെ തുമ്പിൻ്റെ ഭാഗം എത്രയുണ്ടോ അത്ര ഭാഗം മുടി മൊത്തമായി കൂട്ടിപ്പിടിച്ചിട്ട് വെട്ടുക എന്നുള്ളതാണ്. അത് മറവിൽ നിന്നല്ല വെട്ടേണ്ടത്. നമുക്ക് റൂമിൽ ചെന്ന് പരസ്പരം വെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വെട്ടുകയോ ചെയ്യാം. ഇനി ഒരുപാട് മുടിയുള്ള സ്ത്രീയാണെങ്കിൽ അവളുടെ മുടിയെ 3 ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ഭാഗവും ഇതുപോലെ കൂട്ടിപ്പിടിച്ച് വെട്ടി മാറ്റാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി മൊത്തമായി വടിച്ച ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് 3 തവണയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. എന്നാൽ ചില ആളുകൾ ചെയ്യാറുണ്ട്, മുടിയുടെ മുൻഭാഗത്തുനിന്നും വലതുഭാഗത്തുനിന്നും ഇടതുഭാഗത്തുനിന്നും ബാക്ക് ഭാഗത്തുനിന്നും കുറച്ചൽപ്പം എടുത്തിട്ട് തഹല്ലുലായി എന്ന് പറയുന്നവർ. യഥാർത്ഥത്തിൽ ഒന്നില്ലെങ്കിൽ മൊത്തമായി വടിക്കുക, അല്ലെങ്കിൽ മൊത്തമായി വെട്ടുക എന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാത്തൊരു മാർഗം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യം കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ഉംറ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഈ ഒരു തഹല്ലുലാവുക എന്ന കാര്യം കൂടി അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതോടുകൂടി ഉംറ കഴിഞ്ഞു. ഇനി നമുക്ക് സാധാരണ കുളിക്കാം, സുഗന്ധം ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും, പിന്നീട് നിക്കാബ് ധരിക്കാം, കയ്യുറ ധരിക്കാം, അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാം, നഖം വെട്ടാം, അതേപോലെ തന്നെ മറ്റു വസ്ത്രങ്ങൾ ധരിക്കാം. ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് അനുവദനീയമാണ്. ഈ 4 കാര്യങ്ങളാണ് ഉംറ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക, ത്വവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, തഹല്ലുലാവുക. ഈ 4 കാര്യങ്ങളാണ് ഉംറയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു അമീറിൻ്റെ സഹായമില്ലാതെ സ്വന്തം നിർവഹിക്കാൻ നമുക്ക് കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.